നമസ്കാരം. അമിതവണ്ണം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സ്ത്രീകൾക്കിടയിൽ വളരെ ഒരു ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്ത്രീകൾ എന്ന് തന്നെ പറയണ്ട, ഈവൻ കുഞ്ഞു കുട്ടികൾ മുതൽ അമിതവണ്ണം എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിന് ബേസിക് കാരണം എന്താണെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടുള്ള സ്ത്രീകൾ അടുക്കളപ്പണി അല്ലെങ്കിൽ വീട്ടിലെ ജോലി അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്ന മാത്രം ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് വർക്ക് ചെയ്യുന്ന പ്ലസ് വീട്ടിലെ ജോലികൾ നോക്കുന്ന സ്ത്രീകൾ ഒരുപാട് കൂടുതലാണ്. പക്ഷേ എന്നാലും അമിതവണ്ണം എന്ന് പറയുന്നത് പണ്ടുള്ള സ്ത്രീകളിൽ ഇല്ലായിരുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടുക്കളയിൽ തന്നെ ആയാസപ്പെട്ടുള്ള പണികൾ കൂടുതലായിരുന്നു. ഇന്ന് നമുക്ക് മിക്സി വന്നു, ഗ്രൈൻഡർ വന്നു, അല്ലെങ്കിൽ നമുക്ക് ഓവൻ വന്നു, നമുക്ക് പൊടിക്കാൻ വേണ്ടി പല സാധനങ്ങളും വന്നു. അപ്പം നമ്മൾ ഈ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഈസി ആയി തുടങ്ങി. ഇപ്പോൾ ഈവൻ പാത്രങ്ങൾ കഴുകുന്നത് പോലും നമുക്ക് ക്ലീനർ മെഷീൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം മെഷീൻസ് ചെയ്ത് തുടങ്ങിയതോടുകൂടി നമ്മുടെ ശാരീരികമായ ആയാസം കുറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അത് കാരണം തന്നെ അമിതവണ്ണം എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ്. അത് ഈവൻ അഡൾസൻ്റ് ഏജ് ഗ്രൂപ്പ് മുതൽ തന്നെ 12 വയസ്സുള്ള കുട്ടികൾ മുതൽ തന്നെ വളരെ ഒരു വലിയ ഇഷ്യൂ. അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ്സ് ഒരുപാട് കൂടി. ഫാസ്റ്റ് ഫുഡ്സ് കൂടുതൽ കഴിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നസ്, പ്രിസർവേറ്റീവ്സ് ഒക്കെ പോയി തുടങ്ങി. ഇതെല്ലാം ഒരു വലിയ കാരണമാണ് എന്നുള്ളതാണ്. ശരിക്കും പുറത്ത് എല്ലാ വേൾഡ് വൈഡ്, അതായത് ലോകത്തിൽ മൊത്തം എടുക്കുമ്പോൾ നമുക്ക് സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനാണ് നമ്മൾക്ക് ഈ ഒബിസിറ്റി കാരണം അഥവാ അമിതവണ്ണം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടുതൽ ഇഫക്റ്റ് വരിക. കാരണം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, അതായത് ലോകത്തെമ്പാടുമുള്ള സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 30 മേലെയാണ് ആണെങ്കിലാണ് അത് അമിതവണ്ണമായി കണക്കാക്കുന്നത്. പക്ഷേ നമ്മുടെ സൗത്ത് ഏഷ്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നമുക്ക് BMI എന്ന് പറയുന്നത് 25 മേലെയാണെങ്കിൽ തന്നെ നമ്മളത് അമിതവണ്ണമായിട്ട് എടുക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ അമിതവണ്ണം കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് നമുക്ക് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേസ്റ്റ് സർക്കംഫറൻസ്, അതായത് നമ്മുടെ വേസ്റ്റിന് ചുറ്റും എടുക്കുന്ന അളവ് 80 സെൻറ്റിമീറ്ററിൽ കൂടുതലാണെങ്കിലും നമ്മൾ അമിതവണ്ണമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അമിതവണ്ണം കാരണം പ്രഗ്നൻസി എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ എടുത്തോട്ടെ, അമിതവണ്ണം ഉള്ളവർക്ക് വന്ധ്യത ഭയങ്കര കൂടുതലാണ്. അത് അമിതവണ്ണവുമായി ബന്ധപ്പെട്ട് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് വരുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഡയബറ്റീസ് അഥവാ ബ്ലഡ് ഷുഗർ ഹൈ ആയിരിക്കുന്നത് കൊണ്ടാവാം, പല രീതിയിലാവാം. എങ്ങനെയായാലും വന്ധ്യത എന്ന് പറയുന്നത് അമിതവണ്ണമുള്ളവർക്ക് വളരെയധികം കൂടുതൽ തന്നെയാണ്. രണ്ടാമത് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇൻ കേസ് പ്രഗ്നൻസി ആയാലും അവർക്ക് അബോർഷൻ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ മിസ്കാരേജ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. 3 എന്ന് പറയുന്നത് കൺജനിറ്റൽ അനോമലീസ് ഫോർ ദ ബേബി, അതായത് കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ, അംഗവൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അമിതവണ്ണമുള്ളവർക്ക് കൂടുതലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻസിയിൽ ഈ ജനിതക വൈകല്യങ്ങൾ നോക്കാൻ ചെയ്യുന്ന പല ടെസ്റ്റുകളും ഉണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ്, ഡബിൾ മാർക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം തന്നെ ഇവരിൽ അത്ര കറക്റ്റായി കിട്ടണം എന്നില്ല ഈ അമിതവണ്ണം കാരണം. ഈ പ്രഗ്നൻസി ആയി എന്ന് വെച്ചോ, അപ്പോൾ എന്തൊക്കെ മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് വരാം? അതായത് ഇവർക്ക് മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഒരുപാട് കൂടുതൽ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ മെയിനായിട്ട് പറയേണ്ടത് BP-യും ഷുഗറും തന്നെയാണ്. അതായത് ഹൈ BP ഉണ്ടാവാം, അത് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അതായത് ഹൈ BP-യുടെ കോംപ്ലിക്കേഷൻസ് ആയ പ്രീ എക്ലാംസിയ, എക്ലാംസിയയിലോട്ടൊക്കെ പോകാനുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ്. 2 എന്ന് പറയുന്നത് ഡയബറ്റിസ്, ഭയങ്കരമായ ഷുഗർ, അത് ഇൻസുലിനിൽ തന്നെ ചിലപ്പോൾ കൺട്രോൾ ആയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയി എന്ന് വരാം. പിന്നെ പറയുന്നത് ഗോൾ സ്റ്റോൺസ്, അതായത് പിത്തസഞ്ചിയിൽ കല്ല് വരാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ഇവർക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഫാറ്റി ലിവർ വന്നിട്ട് അത് ഫർദർ സിറോസിസിലേക്ക് പോയി അത് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഇവർക്ക് കൂടുതലാണ്. ഇതിനൊക്കെ പുറമെ ഒരു കാര്യം പറഞ്ഞോട്ടെ, രാത്രി കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ശ്വാസം കിട്ടാതെ ചാടി എണീക്കാനുള്ള സാധ്യത, അതിന് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാകാനുള്ള പ്രശ്നവും ഇവർക്ക് കൂടുതലാണ് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കഴുത്ത് ഷോർട്ടായിരിക്കും, കഴുത്തിൽ ശ്വാസകോശം പോകുന്ന ശ്വാസകോശത്തിന് വീതി കുറവായിരിക്കും, ചുറ്റും കൊഴുപ്പുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ശ്വാസത്തിന് ട്രാവൽ ചെയ്യാനുള്ള മാർഗം കുറവാണ്. അപ്പോൾ പെട്ടെന്ന് ശ്വാസകോശം ചുരുങ്ങി അടഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻ കേസ് ഇനി പ്രഗ്നൻസി ആയി, നമ്മുടെ പ്രഗ്നൻസി സമയത്ത് അല്ലെങ്കിൽ ഇൻ ലേബർ, അതായത് ഡെലിവറി പെയിനായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഡിസ്ഫങ്ഷണൽ ലേബർ, അതായത് പെയിൻ ഉണ്ടാകാം, ആവശ്യത്തിന് വേദന വരാം, പക്ഷെ താഴ്ഭാഗം വികസിക്കാത്തൊരവസ്ഥ. അത് കഴിഞ്ഞ് അത് കാരണം എന്ത് സംഭവിക്കാം? സിസേറിയന് റിസ്ക് കൂടുതലായിരിക്കും. സിസേറിയൻ ആയാൽ തന്നെയും എന്ത് പ്രശ്നം വരാം? അനസ്തേഷ്യ കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും. കാരണം നട്ടലിലെ സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കാനുള്ള വണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റാതെ വരികയും അത് കാരണം അത് ജനറൽ അനസ്തേഷ്യയിലേക്ക് മാറ്റേണ്ടി വരികയും ചെയ്യാം.
ആ ജനറൽ അനസ്തേഷ്യയിലേക്ക് മാറ്റിയാൽ തന്നെ ആളെ ഇൻറ്റുബേറ്റ് ചെയ്യാനുള്ള, തൊണ്ട ചുരുങ്ങിയതായതുകൊണ്ട് ഇൻറ്റുബേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. അനസ്തേഷ്യയുടെ റിസ്ക്, കോംപ്ലിക്കേഷൻസ് എല്ലാം പ്രഗ്നൻസിയിൽ കൂടുതലാണ്. അതിന് പുറമെ ഡെലിവറി ആവുകയാണ് എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ കുഞ്ഞ് ഡെലിവറി ആകുമ്പോൾ തല പുറത്തേക്ക് വരികയും കുഞ്ഞ് വലുതായിരിക്കും, കൂടുതൽ വെയിറ്റ് കൂടുതലുള്ള കുട്ടിയായിരിക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഗ്രോത്ത് കുറവുള്ള കുട്ടികളാവാനും സാധ്യത കൂടുതലാണ്. BP കൂടുതലുള്ളവരാണെങ്കിൽ ഗ്രോത്ത് കുറവുള്ള കുട്ടികളും, ഷുഗർ കൂടുതലുള്ളവരാണെങ്കിൽ ഗ്രോത്ത് കൂടുതലുള്ള കുട്ടികളുമായിരിക്കും. അപ്പം ഗ്രോത്ത് കൂടുതലുള്ള കുട്ടികൾ, വലിപ്പമുള്ള കുട്ടികൾ നമ്മൾ മാക്രോസോമിയ എന്നാണ് പറയുന്നത്. അതിങ്ങനെയുള്ള കുട്ടികൾ ഡെലിവറി ആകുമ്പോൾ എന്ത് പ്രശ്നം പറ്റും എന്ന് പറഞ്ഞാൽ തല ഇറങ്ങി വന്നതിന് ശേഷം ഷോൾഡർ വെച്ച് സ്റ്റക്ക് ആവുകയും ഷോൾഡർ ഇറങ്ങി വരാൻ ബുദ്ധിമുട്ട് വരും. അതിനെ നമ്മൾ ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഡെലിവറി സമയത്താണെങ്കിലും അവർക്കുണ്ടാകും എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം, ജനിച്ചു കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ചോദിച്ചു കഴിഞ്ഞാൽ, ജനിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കുട്ടി വലുതായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞിന് ഗ്രോത്ത് കുറവായിരിക്കാം. രണ്ടാണെങ്കിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. വലിയ കുട്ടികൾ ജനിക്കുമ്പോഴത്തേക്കിന് ഷോൾഡർ പിടിക്കുന്നത് കാരണം അത് വലിച്ച് കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന ഞരമ്പിൻ്റെ ഡാമേജ്, അതിനാണ് എർബ്സ് പാൽസി എന്ന് പറയുന്നത്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കാം, ഷുഗർ താഴ്ന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്, കുഞ്ഞിന് ഹൈപ്പോക്സി, അതായത് ശ്വാസം മുട്ടൽ, അങ്ങനത്തെ ഇഷ്യൂസ് വരാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഉള്ളിൽ വെച്ച് കുഞ്ഞ് മരിച്ചു പോകാനുള്ള സാധ്യതയും ഇങ്ങനെയുള്ളവർക്ക് കൂടുതലാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻലി ഈ ഹൈപ്പോക്സിയാണ്. അതായത് അമ്മയ്ക്ക് രാത്രിയിൽ പല സമയത്തും ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ വന്ന് ഉറക്കം എണീക്കുകയും അമ്മയുടെ ശ്വാസം കുഞ്ഞിലേക്കുള്ള ശ്വാസം കുറയുകയും അത് കാരണം കുഞ്ഞുള്ളിൽ വെച്ച് മരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇങ്ങനത്തെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാലും അവർക്ക് കുഞ്ഞിലേ മുതലേ തന്നെ വണ്ണം കൂടുതൽ, ഷുഗർ, പ്രഷർ, പിന്നെ ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ഇനി അമ്മ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? മുറിവിന് കോംപ്ലിക്കേഷൻസ്, അതായത് മുറിവ് ഇൻഫെക്ഷൻ ആവാൻ സാധ്യത കൂടുതലായിരിക്കാം. കൂടുതലും വണ്ണമുള്ളവർ പെയിൻ കാരണം കൂടുതൽ അനങ്ങാതെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിലെ ഞരമ്പുകളിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെ ഡീപ്പ് വീനസ് ത്രോംബോസിസ് എന്ന് പറയും. ഈ ഉണ്ടാകുന്ന രക്തക്കട്ടകൾ നേരെ ലങ്സിലെ ഞരമ്പുകളിലേക്ക് പോയി അത് ബ്ലോക്ക് ചെയ്യാനും അത് കാരണം പൾമണറി എംബോളിസം എന്നൊരു കണ്ടീഷൻ ഉണ്ടാക്കാനും അത് അമ്മയുടെ മരണത്തിലേക്ക് നയിക്കാനും കാരണമുണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പ്രഗ്നൻസി കഴിയുമ്പോഴും അമ്മയ്ക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അമ്മയ്ക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ എന്താണ് മാർഗം? എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ആക്ച്വലി നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ ഈ വന്ധ്യതയ്ക്ക് ചികിത്സ എടുക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം. അറ്റ്ലീസ്റ്റ് ഒരു 4 കിലോ എങ്കിലും നിങ്ങൾ വണ്ണം കുറച്ചിട്ടാണ് പ്രഗ്നൻസിയിലേക്ക് പോകുന്നതെങ്കിൽ അത്രത്തോളം കോംപ്ലിക്കേഷൻസ് കുറഞ്ഞിരിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ വണ്ണം കുറച്ച് പോവുക. ഇനി ഭയങ്കരമായ അമിതവണ്ണം, BMI 30 മേലെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം? വണ്ണം കുറയ്ക്കാൻ പറ്റുന്നില്ല, ബariatric സർജറി ചെയ്യാം. വണ്ണം കുറയ്ക്കാനുള്ള സർജറി ചെയ്ത് വണ്ണം കുറച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ 1.5 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം, 1.5 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അറ്റ്ലീസ്റ്റ് ഒരു 9 മന്ത്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൺസീവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? പ്രഗ്നൻ്റ് ആയിപ്പോയി എന്ത് ചെയ്യാം? ബെറ്റർ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ കൺട്രോൾ ചെയ്യുക. പ്രോപ്പറായിട്ട് ഫോളിക് ആസിഡ്, അയൺ ആൻഡ് കാൽഷ്യം ഗുളികകൾ എടുക്കുക. പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ്സ് അങ്ങനത്തെ കാര്യങ്ങൾ കുറയ്ക്കുക. പ്രോപ്പറായിട്ട് നടത്തം അല്ലെങ്കിൽ എക്സസൈസ് ഡ്യൂറിങ് പ്രഗ്നൻസി ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വയറ് വഴി കുഞ്ഞിൻ്റെ വളർച്ചയൊന്നും പ്രോപ്പറായിട്ട് അറിയാൻ പറ്റണം എന്നില്ല. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ അംഗവൈകല്യങ്ങൾ അറിയാനുള്ള സ്കാന്, കുഞ്ഞിൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ്, ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിരിക്കുക. കുഞ്ഞിൻ്റെ വയറ് വഴിയുള്ള വണ്ണം അല്ലെങ്കിൽ വലിപ്പം, യൂട്രസിൻ്റെ വലിപ്പമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇവർക്ക് സ്കാനുകൾ ചെയ്യേണ്ടി വന്നേക്കാം, കുഞ്ഞിൻ്റെ ഗ്രോത്ത് മെഷർ ചെയ്യേണ്ടി വന്നേക്കാം, ഇടയ്ക്കിടയ്ക്ക് തന്നെ BPക്കും ഷുഗറും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് കാര്യമായിട്ട് മോണിറ്റർ ചെയ്ത് നമ്മൾ പ്രഗ്നൻസിയിൽ പോകണം. ഞാൻ പറഞ്ഞു, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ഉള്ളിൽ വെച്ച് കുഞ്ഞ് മരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവർ ഇൻലേബർ വരുമ്പോൾ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോർമൽ ഡെലിവറിക്ക് വെക്കേണ്ടവരെ നോർമൽ ഡെലിവറിക്കും, സിസേറിയന് ഡയറക്റ്റായിട്ട് എടുക്കേണ്ടവരെ സിസേറിയൻ എടുക്കേണ്ടിയും വരും. സിസേറിയൻ കഴിഞ്ഞാലും അല്ലെങ്കിൽ സിസേറിയൻ്റെ സമയത്തും നമ്മൾ കാലിൽ രക്തം കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഇഞ്ചെക്ഷൻസ്, ത്രോംബോപ്രൊഫലാറ്റിക് ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എണീറ്റ് നടക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എണീറ്റ് ആംബുലേറ്റ് ചെയ്ത് നടക്കേണ്ടി വരും. ഇങ്ങനെ കെയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പ്രഗ്നൻസിയിൽ ഒബിസിറ്റി കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ പറ്റുക. പക്ഷേ എല്ലാത്തിലും മേലെ പറഞ്ഞുകൊള്ളട്ടെ, അമിതവണ്ണം കുറച്ച് കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാൾ കോംപ്ലിക്കേഷൻസ് വരുന്നത് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.